ദൈവമായിട്ട് ജീവിക്കുക വെച്ചാൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്ന പരിപാടിയാണ്. പക്ഷെ അത് അത്രയ്ക്ക് ഈസി അല്ല. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കെയർലെസ്സായിട്ട് ജീവിച്ച് അനുഗ്രഹങ്ങൾ അടിച്ചു മാറ്റുമ്പോഴും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാപത്തിന് ദൈവം ലൈസൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കരുത്. ഏത് സമയത്താണ് ആളെ ഉൾപ്പെടെ പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. എനിക്ക് ചില മരിപ്പിനൊക്കെ അടക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് ഒരു പ്രശ്നം തോന്നാറില്ല. അവിടെ കന്ന കാളെ കൂവി നിലവിളിക്കുന്നുണ്ടാവും. എനിക്ക് അണ്ണന്മാരുടെ എല്ലാത്തിൻ്റെ അവസ്ഥകൾ അറിയാം. ഇരന്ന് പണി മേടിച്ചിരിക്കുന്നതാണ്. ഇനി റീത്തി പിടിച്ച് പോകാതെ വേറെ മാർഗ്ഗമില്ല. ഇരന്ന് പണി മേടിച്ച് എനിക്ക് ഒരു നിലവിളി കേൾക്കത്തില്ല. കാര്യമൊക്കെ നിങ്ങളുടെ നിലവിളി നേരത്തെ നിലവിളിക്കേണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു കുടുംബം അകലുന്നോ, ദൈവത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ള ആൾക്കാരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് കണ്ണീര് തരും. എന്താ കാര്യം? കണ്ണീര് ദൈവം തരണതാണ്. ദൈവം തരുന്ന കണ്ണീരെന്താണ്? ഒരു മനുഷ്യന് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ, ദൈവ സംരക്ഷണം ഉണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്നൊരു ഇഞ്ച് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് നമുക്ക് ദുഃഖം വരും. പാപത്തെക്കുറിച്ച് വേദന വരും. കർത്താവിൽ നിന്ന് അകന്നു പോകണമല്ലോ. കർത്താവിന് എത്രയോ അങ്ങനെ എന്തുമാത്രം കുടുംബങ്ങളുണ്ടെന്നറിയാവോ? നിസ്സാര കാര്യത്തിന് പോലും ദൈവത്തെ അകന്നു പോകുമ്പോൾ വേദനിക്കുകയും വിഷമിക്കുകയും സങ്കടപ്പെടുകയും, എന്നാൽ ദൈവത്തോട് ഒന്ന് ആവരാതി പറയാതെ നിൽക്കുകയും അവിടെ ഉള്ള വിശ്വാസത്തിൽ ജീവിച്ചു പോവുകയും ചെയ്യുന്ന എന്തുമാത്രം കുടുംബങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ ഈ വിശ്വാസം ഇവിടെ നിലനിന്ന് പോണത്. അതുകൊണ്ട് ദൈവവേദലെ ഉടമ്പടി എടുത്തവരാണെങ്കിൽ ഉടമ്പടിയുടെ നിയോഗങ്ങൾ തമ്മിൽ കടിച്ചു തൂങ്ങാതെ ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിഷയത്തേക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവവുമായി ജീവിക്കുന്ന ഒരു ജീവിതം. നമ്മൾ കണ്ട സാക്ഷ്യത്തിൽ പോലീസുകാരനല്ലേ സംഗീത അദ്ദേഹം കയറി സാക്ഷ്യം പറഞ്ഞിരുന്നു ഭാര്യയുടെ കൂടെ. അപ്പം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ചുകൂടി വൈഫിൻ്റെ കാര്യം, വൈഫ് അവരുടെ ലൈഫ് നോക്കുമ്പോൾ നമുക്ക് എന്നെ കുറച്ച് വല്ലാത്ത രീതിയിൽ സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തികളാണ് ഇവർ. കാര്യം ഇവരെന്നോട് ചോദിച്ചു, അച്ഛാ കർത്താവ് എന്ത് പറയണു, ഞങ്ങൾ ദത്തെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ മെസ്സേജ് കിട്ടിയത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ദത്തെടുക്കേണ്ടെന്നാണ് മെസ്സേജ് കിട്ടിയത്. അപ്പം ഞാനതനുസരിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, അത് ദൈവം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പോയി. അങ്ങനെ 2014 കഴിഞ്ഞ് കൃപാസനം മാറിപ്പോയി. കൃപാസനത്തിൻ്റെ ഫേസ് ലിഫ്റ്റായി. അമ്മയുടെ പ്രത്യക്ഷീകരണം നമ്മളത് ഏറ്റെടുത്ത് പ്രഖ്യാപിച്ചപ്പോൾ അമ്മ പിന്നെ ഇവിടെ സ്ഥിരതാമസമായി, പിന്നെ സഞ്ചാരി മാതാവായി, പിന്നെ ആൾക്കാരുടെ കൂടെ അത് ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ വീടുകളിലൊക്കെ പോയി. ലക്ഷോപലക്ഷം മനുഷ്യർ ദൈവത്തെ അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും വന്ന്. അപ്പോൾ വന്നപ്പോൾ എന്താ പ്രശ്നം? അവർക്ക് കുഞ്ഞുമില്ല, ദത്തെടുക്കണമെന്ന് അമ്മ പറയുകയും ചെയ്ത്. ഇപ്പം ആ ചേച്ചിക്ക് ക്യാൻസറുമാണ്. അപ്പോൾ ഇതിൻ്റെ ചങ്ക് പൊടിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതല്ലല്ല പ്രതീക്ഷിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചത് 2014 ദത്തെടുക്കേണ്ടെന്ന് പറയുമ്പോൾ 2016 വരുമ്പോൾ കർത്താവ് ശരിക്കും ഇങ്ങനെയാണ് സംഭവിക്കണത്. കുഞ്ഞിനെ കൊടുക്കുക കർത്താവ്, അങ്ങനെയാണ് ചെയ്യണത്. പക്ഷെ അതിന് പകരം ക്യാൻസറാണ് കൊടുത്തത്. എന്നിട്ട് ഇതിങ്ങനെ ഈ പുരുഷുകാരനും ഭാര്യയും കൂടി വരും. ഈ ക്യാൻസറിൻ്റെ സമയത്തും ഈ പുരുഷുകാരന് വൈഫിനോട് അതിനെ കൊണ്ടുവരേണ്ട കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നി. ശരിക്കും അയാൾ ഭയങ്കര കരുതലോടുകൂടിയാണ് ആ ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോയി. അപ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ, എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ട് മനുഷ്യൻ. കാരണം പ്രാർത്ഥിക്കും തോറും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് അറസ്റ്റ് ചെയ്യാനല്ല പ്രാർത്ഥിക്കണത്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കണത് എന്താണ്? ആ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോവുകയാണ് സംഭവിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജിലേക്ക് പിന്നെ 2020 അപ്പോഴത് ഫോർത്ത് സ്റ്റേജായി. ഫോർത്ത് സ്റ്റേജ് ആകുമ്പോൾ ഒരു ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ. ഇവർക്കാണെങ്കിൽ വലിയ തൂക്കമില്ലാത്ത ലേഡിയാണ്. എൻ്റെ അത്രയൊക്കെ ആരോഗ്യമുള്ളൂ. അപ്പോൾ അവർക്ക് ഇത് ഫോർത്ത് സ്റ്റേജ് ആയപ്പോഴുണ്ടല്ലോ തളർന്ന്, എന്നിട്ടിങ്ങനെ തളർന്നിട്ട് പോലും
ഇതിനെ താങ്ങി പിടിച്ചുകൊണ്ട് ഈ ആൾക്കാരെ വന്ന് ഈ മനുഷ്യൻ നിൽക്കും. അപ്പം അന്നേരം പിന്നെ അതിനിടയ്ക്ക് അങ്ങനെ എസ് ആയി. എന്നിട്ടും വിശ്വാസം വിടാതെ നിൽക്കും. ഞാനാണെങ്കിൽ വന്ന് കർത്താവിൻ്റെ കാര്യത്തിൽ കിടക്കും. എന്താ കാര്യം? ഈശോ തന്നെ ഈ വിഷയം നേരിട്ട് ഇടപെടണം. ഇത് നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ അകത്ത് അടിക്കടി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചിലപ്പോൾ അവർ വരത്തില്ല. അതാണ് വിഷയം. അവരുടെ ലാസ്റ്റ് സീനാണ് നമ്മൾ കാണുന്നത്, 4th സ്റ്റേജിൽ. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ആയുസ് കണ്ടിച്ചു പോണ പോലെ ഞാൻ കർത്താവിൻ്റെ കാലത്ത് കിടക്കും. എന്നിട്ട് ഞാൻ ചെന്ന് ആ കൈ എടുത്ത് ഇവിടെ തലയിൽ വെക്കും. എന്നിട്ട് പറയും, ശരിയാകും മക്കളെ, കർത്താവ് നമ്മളെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞു വിടും. അത് കറക്റ്റാണ്. ഞാനല്ല പറയണത്. കാരണം ഞാൻ കർത്താവിൻ്റെ നാമത്തിലല്ല അവരോട് പറയണത്. ആ സ്റ്റേജിൽ പറയാൻ ഭയങ്കര പാടാ ശരിക്കും, ആശ്വസിപ്പിക്കാൻ പാടാ ശരിക്കും. പക്ഷെ ഈ കാലങ്ങളിലെല്ലാം ഇവരിങ്ങനെ വിശ്വാസത്തിൽ നിൽക്കും. അപ്പോൾ ഉടമ്പടിയിലായിപ്പോയി അവർ. ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരിക്കും. ക്യാൻസറിൻ്റെ സ്റ്റേജുകൾ മാറുന്നതനുസരിച്ച് വീണ്ടും ഉടമ്പടി അവർ പുതുക്കിക്കൊണ്ടേയിരിക്കും. ആവുന്നത്ര ആരോഗ്യത്തോടെ അയാൾ ആ ഉടമ്പടിയുടെ ശുശ്രൂഷ പറ്റുന്നത്രയും ചെയ്തുകൊണ്ട് വിശ്വസ്തത പാലിക്കും. ഈ വിശ്വസ്തതയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. എന്ത് സ്റ്റേജാണെങ്കിലും ആ ഒരു പ്രാർത്ഥനയെന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഒന്നും മാറത്തില്ല. സാധാരണ ഒരു ആൾക്കാർ ഉപയോഗിക്കുന്ന ഫെയ്ത്ത് അല്ല അവർ ഉപയോഗിക്കുന്നത്. വേറെ എന്തൊരു ഫെയ്ത്താണ് ഉപയോഗിക്കുന്നത്. അവർ വിഷയത്തിനേക്കാൾ ഉപരി അവർ ആങ്കർ ചെയ്തിരിക്കുന്നത് ദൈവത്തിലാണ്. അത് കാരണം ദൈവഹിതം നിറവേറിയാലും അതും ദൈവാനുഗ്രഹമായിട്ട് കരുതിക്കൊണ്ടു പോകുന്ന ഒരു ജീവിത സാക്ഷ്യമാണത്. എനിക്കത് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് ശരിക്കും. അപ്പം അതിന് ശേഷം പിന്നീട് ഇവർ വരണത് ക്യാൻസർ സുഖപ്പെട്ടു അവർ പ്രഗ്നൻ്റ് ആയെന്നും പറഞ്ഞാൽ വരണത്. അത് രസമുണ്ട്. വിഷയം വെച്ചാൽ പ്രഗ്നൻ്റ് ആണ്, ഇവരുടെ പീരീഡ്സ് കറക്റ്റല്ല. അത് കാരണം ഇവർ പ്രഗ്നൻ്റ് ആയത് ഇവർ അറിയണില്ല. വയറിലുണ്ടാകുന്ന ചില വിഷമങ്ങൾ കാരണം ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോഴാണ് 3.5 മാസമായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിയണത്. അതാ വിഷയം. അപ്പം കർത്താവ് പറഞ്ഞ വാക്ക് എന്താ വെച്ചാൽ ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ നിന്ന് പറയണ്ടേ. അതായത് ഇക്കാലങ്ങളിലെല്ലാം ഞാൻ ഇവളുടെ കൂടെയും ഞങ്ങൾ ഒരുമിച്ച് ഈ സങ്കടവും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നെ നിലനിർത്തിയൊരു വാക്കുണ്ട്. അതാണ് വചനത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വചനം എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് വെച്ചാൽ നിലനിൽപ്പ് തരും. നിലനിൽപ്പ് വചനം മാത്രമേ തരത്തുള്ളൂ. അനുഗ്രഹം വേറെ, നിലനിൽപ്പ് വേറെ. കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പേര് അശ്വിനി, ഇതെൻ്റെ ഹസ്ബൻഡ്, പേര് ബിബി. ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ഞാനിവിടെ ഒരു നിയോഗം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2022 ഉടമ്പടി എടുത്തത്. അപ്പോൾ 2022 ഉടമ്പടി എടുത്തിട്ട് എൻ്റെ കല്യാണം ഇങ്ങനെ ലേറ്റായി കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും, മാതാവിനെ ആരാധിക്കും. 22 ഞാൻ ഉടമ്പടി എടുത്തു. പിന്നെ കല്യാണം നടക്കാത്തത് കണ്ടപ്പോൾ മാതാവിൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു ഇനി കൃപാസനത്തിലേക്ക് വരില്ല എന്ന്. അപ്പോൾ അമ്മ അന്ന് അത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി തോന്നി. അങ്ങനെ അന്ന് രാത്രി 2023 രാത്രി ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു, മാതാവിനെയും കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കല്യാണം നടക്കാൻ ഒരു ടൈമുണ്ട്. ആ ടൈം അന്ന് എനിക്ക് 26 വയസ്സായിരുന്നു.
29ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം നടക്കുന്നു. ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. അന്ന് എനിക്കിതിനെപ്പറ്റിയൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് 2022 വന്നത്. അപ്പം ഞാൻ ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ പറഞ്ഞപ്പോൾ ഞാനത് ഉറച്ച് വിശ്വസിച്ചു. 29 വയസ്സ് വരെ വെയിറ്റ് ചെയ്തു ഞാൻ. അതിനിടയിൽ ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും കല്യാണം നടന്നില്ല. അങ്ങനെ ഞാൻ അതുവരെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി റിന്യൂ ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. മാതാവുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു. എൻ്റെ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. എല്ലാ കാര്യവും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടാണ്. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ പോലും മാതാവിൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യവും പറയുമായിരുന്നു. ഒരമ്മ മകൾ ബന്ധം അത്രയും സ്ട്രോങ് ആയ ഒരു ബോണ്ടായിരുന്നു ഞാനും മാതാവും തമ്മിൽ. ഞാനൊരു ഹിന്ദു ആണ്, എൻ്റെ ഹസ്ബൻഡും ഹിന്ദു ആണ്. അതിലുപരി ഞാൻ മാതാവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മാതാവിന് അത് നന്നായിട്ട് അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറയുമായിരുന്നു, ഞാൻ കാലിക്കറ്റ് ആയതുകൊണ്ട് എനിക്ക് കാലിക്കറ്റിൽ നിന്ന് തന്നെ എനിക്കൊരു പ്രപ്പോസൽ കൊണ്ട് തരണം. എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കാലിക്കറ്റ് തന്നെ വേണമെന്ന്. പിന്നെ അതുപോലെ പുറത്ത് നിന്നുള്ളൊരു പ്രപ്പോസൽ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് UK പോകാനും കാനഡയിൽ പോകാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം മാതാവേ. പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ട്ണറെങ്കിലും പുറത്തുള്ള ആളായാൽ മതി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും സംസാരിക്കും, UK കാനഡയോ അതിലേത് വേണമെങ്കിൽ മാതാവിനെ സെലക്ട് ചെയ്യാൻ, എനിക്ക് ഏതായാലും ഞാൻ ഹാപ്പിയാണ്. മാതാവിൻ്റെ അടുത്ത് സംസാരിക്കും. മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയും. മാതാവ് എൻ്റെ വീട്ടിൽ ഈ കൃപാസന മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും സംസാരിക്കും, ആ രൂപം നോക്കി സംസാരിക്കും. അങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കോഴിക്കോട് നിന്നും പ്രപ്പോസൽ വേണം. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് വിദേശത്ത് നിന്ന് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു, എനിക്ക് മാച്ചായിട്ടുള്ള ഒരു പാർട്ട്ണറെ തന്നെ വേണം മാതാവേ, എന്നെ മനസ്സിലാക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളെ തന്നെ വേണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പം എനിക്ക് ഓരോ പ്രപ്പോസൽ വരുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിച്ചതുപോലത്തെ പ്രപ്പോസൽ അല്ലെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയും, മാതാവ് ഞാൻ ഹാപ്പി അല്ല എന്ന്. മാതാവ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് വരുന്ന പ്രപ്പോസൽ ഞാൻ ഹാപ്പി അല്ല എന്ന് പറഞ്ഞാൽ ആ പ്രപ്പോസൽ അതുവഴി പോവും. അപ്പോൾ ഇതുവരെ എനിക്ക് വന്നുകൊണ്ടിരുന്ന പ്രപ്പോസലൊന്നും ഓക്കെ അല്ലായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പി അല്ല എന്ന്. അങ്ങനെ ഒരു ദിവസം മാതാവിൻ്റെ അടുത്ത് ഞാൻ 29 വയസ്സാവുന്നവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായി. അതുവരെ എനിക്കൊരു പ്രപ്പോസലൊന്നും നടന്നില്ല. അങ്ങനെ ഫെബ്രുവരി 27 എൻ്റെ ബർത്ത്ഡേ. 27 എൻ്റെ ബർത്ത്ഡേയും 28 എൻ്റെ കല്യാണവും മാതാവ് നടത്തി തന്നു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരി 27 എനിക്ക് 29th കംപ്ലീറ്റായി. 29 വയസ്സ് എനിക്ക് പൂർത്തിയായി. 28ാമത്തെ ദിവസം മാധവൻ്റെ കല്യാണം നടത്തി തന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് ഞാൻ കാണാം. കാരണം ഞാൻ എന്ത് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ എനിക്ക് നടത്തി തന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, ഈശോയുടെ അടുത്ത് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നതാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മനസ്സുള്ളവർക്ക് ദൈവത്തിനെ കാണാൻ പറ്റുമെന്ന്. ഞാനത് സ്ട്രോങ് ആയിട്ട് തന്നെ വിശ്വസിച്ചു. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡൻ്റായി മരണപ്പെട്ടു പോയി. എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ ഒരുപാട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവൻ്റെ അമ്മയ്ക്കും മരിച്ചുപോയ അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ അമ്മയ്ക്ക് മാതാവിന് ഈശോനെ പോലെ തന്നെ ആ അമ്മയ്ക്ക് ആൺകുട്ടിയായിട്ട് ആ ഒരു മകൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, ഒരു മകൻ മാത്രം. അപ്പോൾ ആക്സിഡൻറ്റിൽ ആ അമ്മയുടെ മുന്നിൽ നിന്നാണ് ആ മകൻ മരിച്ചു പോകുന്നത്. അപ്പോൾ അമ്മയ്ക്കത് എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചു. ഒരു ഡിസംബർ 5 ആയിരുന്നു ഞാൻ ആ അമ്മയ്ക്കും മകനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരി കത്തിച്ച് മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ആ മരിച്ചുപോയ മകൻ്റെ ആ ഒരു വേദന ആ അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല, മാതാവെ ഒന്ന് സമാധാനിപ്പിക്കുന്നു. ഞാൻ അത്രയും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞുള്ളൂ.
അപ്പോൾ പുള്ളിക്കാരനൊരു ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മകനായിരുന്നു. അപ്പോൾ പകുതിക്ക് ഷോർട്ട് ഫിലിമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊരു മകനായിരുന്നു. അപ്പോൾ ഒരു നവംബർ 13 മരിച്ചു പോയത്. അപ്പോൾ ആ അമ്മയ്ക്ക് അത് ഒറ്റൊരു മകനായതുകൊണ്ട് അത് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഡിസംബർ 5 ഒരു 8:30 ആയപ്പോൾ എൻ്റെ റൂമിലേക്ക് ഞാൻ മാതാവ് വരുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു. മാതാവിൻ്റെ കണ്ണ്, മാതാവിൻ്റെ മൂക്ക്, മാതാവിൻ്റെ ചുണ്ട്, ഇതൊക്കെയായിരുന്നു ഞാൻ കാണുന്നത്. ഞാൻ കാണുന്ന ആ ടൈമിൽ മാതാവ് ഭയങ്കര സുന്ദരിയായിരുന്നു. അപ്പം മാതാവ് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ചരിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പം മാതാവ് എൻ്റെ തല തൊട്ട്, എൻ്റെ ഫേസ്, മുഖം വരെ തൊട്ട് തലോടുമായിരുന്നു. എനിക്ക് ആ ഒരു ഫീലിങ്സ് അറിയാൻ പറ്റി. എൻ്റെ ദേഹം മുഴുവനും കുളിരായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം അന്ന് ആ വീട്ടിൽ ഞാനും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും ബ്രദറും ഇല്ലായിരുന്നു. അപ്പം എനിക്കത് അറിയാൻ പറ്റി. മാതാവ് എന്നെ വന്ന് തൊട്ട് അനുഗ്രഹിച്ചിട്ട് പോയ ഭൂമിയിൽ എൻ്റെ റൂമിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ തലയും എൻ്റെ ഫേസൊക്കെ മാതാവ് തൊട്ടിട്ടാണ് മാതാവ് പോയത്. അപ്പം എനിക്ക് മാതാവിനെ കാണാൻ പറ്റി. മാതാവ് എന്നെ വന്ന് തൊട്ട് അനുഗ്രഹിച്ച് എന്നുള്ളൊരു സന്തോഷമായിരുന്നു എൻ്റെ മൈൻഡ് മുഴുവനും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. മാതാവ് തൊട്ടല്ലോ, മാതാവ് തൊടുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തൊടണമെന്നില്ലല്ലോ. അപ്പോൾ എന്നെ വന്ന് തൊട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ മാതാവിനെ ഞാൻ കണ്ടത്. പിന്നെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ഇതുപോലെ TV സ്ക്രീനിൽ ഈ സെയിം കൃപാസന മാതാവ് എന്നെ നോക്കിയിട്ട് ക്ലാപ്പ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ഞാനത് കണ്ടിട്ട് ഒരു 1 month അടുത്തായിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഈ കൃപാസനത്തിലേക്ക് വന്നിട്ട്, എൻ്റെ കല്യാണം നടന്നതുകൊണ്ട് എനിക്ക് കൃപാസനത്തിലേക്ക് വന്നിട്ട് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മലേഷ്യയിൽ പോയിട്ട് നേരിട്ട് ഇങ്ങോട്ടേക്കാണ് വന്നത്, കൃപാസനത്തിലേക്ക്. എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം മാതാവിനെ അറിയിക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഞാൻ പറയുന്ന ഓരോ കാര്യവും മാതാവ് എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. ഞാൻ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട്. ഉഴപ്പുമ്പോഴും മാതാവിൻ്റെ അടുത്ത് ഞാൻ ഓരോ സോറി പറയും. മാതാവേ സോറി, മാതാവേ സോറി. ഞാൻ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും മാതാവിനറിയാം. ഒന്നും അറിയാത്തതായിട്ടില്ല. ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും മാതാവിനെയും കൊണ്ട് കാശ് രൂപവും എൻ്റെ ബാഗിലിട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് പോവുക. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും മാതാവ് സാധിച്ചു തന്നതിന് ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഉടമ്പടി എടുക്കുന്ന ഓരോ ടൈമിലും ഞാൻ കൃപാസനത്തിലെ പേപ്പർ കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഞാൻ മാതാവിനെ പറ്റിയിട്ട് ഞാൻ പറയും. മാതാവിന് ഈശോനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയും. അങ്ങനെ പേപ്പറുകൾ ഞാൻ എല്ലാവരുടെയും പോയി കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവർത്തനം ഞാൻ എല്ലാവർക്കും തെരുവിലിരിക്കുന്നവർക്കൊക്കെ ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കും. വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഇലയിൽ പൊതിഞ്ഞ് പള്ളിക്ക് മുന്നിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന എല്ലാ യാചകന്മാർക്കും കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കും. അങ്ങനെയാണ് ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറഞ്ഞ് ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുന്നു. ആദ്യമായി തന്നെ ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം നൽകിയ കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെൽന. ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഞാൻ ഒരു നേഴ്സാണ്. 2021 ഞാൻ പാസ് ഔട്ടായത്. അതിനുശേഷം എല്ലാവരും പോലെ തന്നെ എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കുറേ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. OET, IELTS, കുവൈറ്റ് പ്രോമെട്രിക്ക് കുറേ എക്സാം ഞാൻ എഴുതി. എല്ലാ എക്സാമിനും ഞാൻ ഫെയിലായി. നേഴ്സിംഗ് വരെ ഞാൻ ഒറ്റ എക്സാമിനും അങ്ങനെ ഫെയിലാവാറില്ലായിരുന്നു. പക്ഷെ നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരൊറ്റ എക്സാമിനും പാസ്സായിട്ടില്ല. ഞാൻ എല്ലാത്തിനും ഫെയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഡിപ്രഷനിലായി. ഇങ്ങനെ ഫെയിലായപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മി പറഞ്ഞത്, കൃപാസനത്തിൽ വന്ന് നീ ഒരു ഉടമ്പടി എടുക്കുക, അപ്പം നിനക്കിതിന് റിസൾട്ട് കിട്ടുമെന്ന്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ പോയി. പക്ഷേ എന്നാലും എനിക്ക് അധികം അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും ആ ടൈമിൽ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ
പിന്നെയും എനിക്ക് എന്നും തോൽവി തന്നെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉടമ്പടി പാലിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ച് എനിക്ക് എപ്പോഴും ഡിപ്രഷനൊക്കെ വരുമ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പണ്ടൊന്നും അങ്ങനെ ബൈബിൾ വായിക്കില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേനും ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ദൈവവുമായി ഒരു ആത്മീയ ബന്ധം വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് സ്വന്തമായി തന്നെ പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം എന്നൊക്കെ എനിക്ക് സ്വയം തോന്നാൻ തുടങ്ങി. ഞാനങ്ങനെ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ സൗദി നോക്കി. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരുന്നു ഞാൻ സൗദിയുടെ എക്സാം എഴുതാൻ വേണ്ടി പോയത്. ഞാൻ പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ ഞാൻ പഠിച്ചു. എക്സാം ഹോളിൽ പോകുമ്പോൾ ഞാൻ നമ്മുടെ ഉടമ്പടി ലോക്കറ്റും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇതിന് മുന്നത്തെ ഒരൊറ്റ എക്സാമിന് ഞാൻ ഉടമ്പടി ലോക്കറ്റൊന്നും കൊണ്ടുപോയി എക്സാം എഴുതിയിട്ടില്ല. ഞാൻ ഈ പരീക്ഷയ്ക്ക് ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കഴുത്തിലിടുകയും ഉപ്പ് ഞാൻ കയ്യിലെടുക്കുകയും ചെയ്തു. ഞാൻ എക്സാം ഹോളിൽ ചെന്നിരുന്നു. ആദ്യമായിട്ട് ഒരു പരീക്ഷ നേഴ്സിംഗ് പാസ്സായതിനു ശേഷം എനിക്ക് അറിയാവുന്ന ഒരു ചോദ്യമെങ്കിലും കാണുന്നത്. ഈ പ്രാവശ്യം വന്ന എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് അറിയാവുന്നത് തന്നെയായിരുന്നു. ഞാൻ തലേ ദിവസവും അതിൻ്റെ മുന്നത്തെ ദിവസവുമായിട്ട് നോക്കിയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് എനിക്ക് എക്സാമിന് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. ആ മാതാവാണോ വന്നതെന്ന് ക്വസ്റ്റ്യൻ ഇട്ടേന്ന് വരെ എനിക്ക് തോന്നി. കാരണം ഞാൻ ഇതിനു മുന്നേ എഴുതിയ ഒറ്റ പരീക്ഷയിൽ എനിക്ക് ഒറ്റ ചോദ്യത്തിന് പോലും ഉത്തരം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ പറഞ്ഞു, മമ്മിയോട് പറഞ്ഞു ഇങ്ങനെ എക്സാം എനിക്ക് ഈസി ആയിരുന്നു എന്ന്. പക്ഷേ മമ്മി പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയണ്ട, എന്തായാലും എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറയണേന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മാതാവ് എനിക്ക് എക്സാമിന് പാസ്സാക്കി തന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു അത്ഭുതമായി തന്നെയാണ് അത് തോന്നിയത്. അതിനുശേഷം ഞാനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി കുറേ അലഞ്ഞ് നടന്നു. എല്ലാ സ്ഥലത്തും ഞാൻ പോകുമായിരുന്നു. ഒരു 10-15 കൂടുതൽ ഇൻ്റർവ്യൂ എങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് തന്നെ. പക്ഷെ ഒറ്റ ഇൻ്റർവ്യൂവിനും സെലക്ഷൻ കിട്ടില്ലായിരുന്നു. കുറേ ഒരുങ്ങി കെട്ടി പോകും, പക്ഷെ ഒന്നിനും കിട്ടിയില്ല. എന്നും വന്നിരിക്കും ഡിപ്രഷനായിട്ട്. അവസാനം ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ദൈവത്തിന് എന്താണോ ആഗ്രഹം, എന്നിൽ എന്താണോ നിറവേറണം എന്ന് ആഗ്രഹം, അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഏജൻസി തന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. പക്ഷെ ഞാൻ മനഃപൂർവ്വം അത് വേണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ വേണ്ടെന്ന് വെച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, ടൈമായപ്പം ദൈവം എന്നെ കറക്റ്റ് അവിടെ എത്തിച്ചു. ഞാൻ ഉടമ്പടി ലോകത്തുമായിട്ടായിരുന്നു പോയത്. ഒറ്റ ഇൻ്റർവ്യൂവിന് സത്യമായിട്ട് എനിക്ക് ഒറ്റ ഉത്തരം പോലും അറിയാൻ പറ്റൂലായിരിക്കും. പക്ഷേ എനിക്ക് എന്നാൽ എല്ലാം അറിയുകയൊക്കെ ചെയ്യായിരിക്കും. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിന് അത് പറയാൻ പറ്റൂലായിരിക്കും. അങ്ങനെയായിരുന്നു എനിക്ക് ഇത്രയും നാൾ സംഭവിച്ചുകൊണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂവിന് എനിക്ക് മര്യാദയ്ക്കൊന്ന് ചിരിച്ച് ഉത്തരങ്ങളൊക്കെ തിരിച്ച് പറയാൻ പറ്റി. എനിക്കന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ജാനുവരി 18 ആകുമ്പോഴത്തേന് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുവുള്ളെന്നായിരുന്നു അവർ പറഞ്ഞത്. 18-ാം തീയതിയായി റിസൾട്ട് വന്നു. അവരെന്നോട് പറഞ്ഞു ഡെൽന സെലക്റ്റഡ് അല്ലട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കുമോ ദൈവത്തിൻ്റെ ഹിതം എന്താണോ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനത് വിട്ട് ഡ്യൂട്ടിക്ക് നടന്നു. പക്ഷേ അവരെന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഡെൽനയുടെ ഫയൽ അവർ നിന്ന് വീണ്ടും എടുപ്പിച്ചിട്ടുണ്ട്, ഡെൽന വേറെ ഒരു ഏജൻസിയിലും പോവരുത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഡെൽന സെലക്റ്റഡ് ആണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെയാണ് അടുത്തത് മെഡിക്കൽ. എനിക്ക് മെഡിക്കൽ എപ്പോൾ എടുത്താലും ഹെപ്പറ്റൈറ്റിസ് സിയുടെ എൻസൈം വേരിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 4 പ്രാവശ്യമെങ്കിലും എൻ്റെ ബ്ലഡ് എടുത്താൽ മാത്രമേ എനിക്ക് എന്നും ഫിറ്റ് കിട്ടാറുള്ളൂ. അപ്പോൾ എനിക്കത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയെങ്കിലും മെഡിക്കലിന് പോകാൻ പേടിയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യണ പ്രോസസ്സിങ് ആയതുകൊണ്ട് ഒരാൾ ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ തന്നെ അവർ അടുത്ത ആളെ എടുക്കും, അത്രയേ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. ഞാൻ കുറേ പ്രാർത്ഥിച്ചു, കാരണം ഞാൻ കുറേ അലഞ്ഞ് കിട്ടിയതാണല്ലോ എനിക്കിത്. എന്നിട്ട് ഞാൻ മെഡിക്കലിന് പോയിരിക്കുമ്പോൾ ഞാൻ കൃപാസനത്തിൽ ഉപ്പ് കഴിച്ച് തൈലം എൻ്റെ എടുക്കാൻ പോണ വെയിനിൽ ഞാൻ തേച്ച് ഞാൻ കുറേ പ്രാർത്ഥിച്ചില്ല. കാശ് രൂപ ഞാൻ ആ കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ ബ്ലഡ് എടുക്കാൻ പോയിരുന്നു. എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ബ്ലഡ് എടുത്തു. എല്ലാവരോടും വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ബ്ലഡ് എടുത്തിട്ട് വൈകുന്നേരം റിസൾട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല ടെൻഷനായിരുന്നു, കാരണം എപ്പോഴും എന്നെ അവർ തിരിച്ച് വിളിപ്പിക്കാറുണ്ട് രണ്ടാമത് ബ്ലഡ് എടുക്കാൻ. ഞാനതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ഉച്ചയായിട്ട് വിളിയൊന്നും വന്നില്ല എൻ്റെ പേര്. അപ്പം ഞാൻ പോയി ചോദിച്ചു ഇനി എനിക്ക് ബ്ലഡ് വല്ലതും എടുക്കണം, അവർ വിളിക്കാൻ മറന്നാണോ എന്ന് ഓർത്തിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ടെന്ന്. എനിക്കിത് സംശയം തോന്നി. എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് വന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. വീട്ടിൽ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി ധ്യാനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ധ്യാനം കേട്ടെല്ലാം കഴിഞ്ഞൊരു 4 മണിയായപ്പോൾ ഞാൻ അവിടേക്ക് വിളിച്ചു ചോദിച്ചു മെഡിക്കൽ സെൻറ്ററിലേക്ക്, ഇങ്ങനെ മെഡിക്കൽ എടുത്തായിരുന്നു, റിസൾട്ട് വന്നായിരുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവരെന്നോട് ഫിറ്റെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്നേരം എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഞാൻ മാതാവിന് അപ്പം തന്നെ മുട്ടുകുത്തിന്ന് കുറേ നന്ദി പറഞ്ഞു. കാരണം ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ മെഡിക്കലിന് തന്നെ എനിക്കൊരു ഫിറ്റ് കിട്ടണത്. എന്നിട്ട് ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫെബ്രുവരി 28 മുൻപായിട്ട് വിസയും ടിക്കറ്റും നൽകി മാതാവിനെ അനുഗ്രഹിക്കണേന്ന്.
ഫെബ്രുവരി 9 എൻ്റെ വിസ വന്നു. പക്ഷെ ഞാനിത് അറിഞ്ഞില്ലായിരുന്നു. കാരണം മമ്മി ഉടമ്പടി നിയോഗം വെച്ചിരുന്നു ഫെബ്രുവരി 17 എനിക്ക് വിസ വരണം എന്ന്. അപ്പം ഏജൻസിക്കാരെന്തോ ടെക്നിക്കൽ എറർ കാരണം എന്നോട് പറയാൻ മറന്നുപോയതാണ് എനിക്ക് വിസ വന്ന കാര്യം. ഒരു 17 ആയപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇമിഗ്രേഷൻ്റെ ഫീസ് അടയ്ക്കണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിസ വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇമിഗ്രേഷൻ്റെ ഫീസ് അടയ്ക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഡെൽനയുടെ വിസ ഓൾറെഡി വന്നിരിക്കുന്നതാണല്ലോ, അറിയിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, പറഞ്ഞിട്ടില്ല എന്ന്. പിന്നെ അവർ പറഞ്ഞു എന്തോ ടെക്നിക്കൽ എറർ കൊണ്ടാണെന്ന് പറഞ്ഞ് കറക്റ്റ് മമ്മി ആ ഡേറ്റ് ഇട്ട ദിവസം തന്നെ മാതാവ് എനിക്ക് വിസ വന്നതായിട്ട് എന്നെ അറിയിച്ചു. ഞങ്ങൾ അന്നും മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് എനിക്ക് 28 മുന്നേ ടിക്കറ്റ് വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് 28 രാത്രി ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ കൃപാസനത്തിൽ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേക്കലും എനിക്ക് ഫോണിൽ മെസ്സേജ് വന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ടിക്കറ്റായിരുന്നു. നാളത്തേക്കാണ് എൻ്റെ ടിക്കറ്റ് വന്നിരിക്കുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നാളെ പോകാൻ സാധിക്കും. പിന്നെ ഈ ഉടമ്പടിയിൽ വന്ന ശേഷം ഞാൻ ആത്മീയമായി ഒരുപാട് വളർന്നു. സത്യം പറഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും പണ്ട് ഞാൻ പള്ളിയിൽ പോയി വെറുതെ ഇരുന്നിട്ട് തിരിച്ചു പോരുമായിരുന്നു, എല്ലാവരും പോകുന്നതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സമയവും സാഹചര്യവും വന്നപ്പോഴാണ് എനിക്ക് ദൈവത്തെ കൂടുതൽ തിരിച്ചറിയുവാനും ബൈബിളിൻ്റെ പ്രാധാന്യം മനസ്സിലാവാനും ഞാൻ കുറേ ബൈബിൾ വായിക്കാൻ തുടങ്ങിയായിരുന്നു ഇതിന് ശേഷം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആത്മീയമായി നല്ല രീതിയിൽ വളർച്ച, ദൈവവുമായി ഒരു മാനസിക ബന്ധം വന്നതായിട്ട് എനിക്ക് ശരിക്കും മനസ്സിലായി. പിന്നെ ഞാൻ ഉടമ്പടി പത്രം ഇവിടുന്ന് വാങ്ങിച്ച് പള്ളിയിലും പള്ളിയുടെ പരിസരത്തും റോഡിലും ഒക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ റോഡരികിലിരിക്കുന്ന പാവപ്പെട്ടവർക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അമ്മച്ചിമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഉടമ്പടി വഴി ചെയ്ത കാര്യങ്ങൾ. ഉടമ്പടി വഴി എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു.